ശ്ലോകം 29. ജഡ അന്ധമൂക ബധിര പിശാച ഉന്മാദകവത് അവധൂതവേഷഃ അഭിഭാഷ്യമാണഃ അഭി ജനാനാം ഗൃഹീത മൗനവൃത തുഷ്ണീം ബഭൂവ. അദ്ദേഹത്തെ കാണുമ്പോൾ ജഡ അലസൻ, അന്ധൻ, മൂകൻ, ബധിരൻ, പിശാച ഒരു പിശാച്ച് എന്ന പോലെ, ഉന്മാദക ഒരു ഭ്രാന്തനെ പോലെയും, അവധൂതവേഷഃ ഒരു അവധൂതനെ പോലെയും അദ്ദേഹം കാണപ്പെട്ടു. അഭിഭാഷ്യമാനഃ അദ്ദേഹത്തോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പോലും, അഭി എന്ന് വെച്ചാൽ ചോദിച്ചാൽ പോലും, ഗൃഹീത ജനാനാം മൗനവൃത തുഷ്ണീം ഒരു മൗനവ്രതത്തെ, അതായത് ഒന്നും മറുപടി പറയാതെ നിശബ്ദനായി തന്നെ ബഭൂവ അദ്ദേഹം നിലകൊണ്ടു എന്ന്. അപ്പോൾ കാണുന്നവർക്ക് ഒരു അന്ധനോ അലസനോ മൂകനോ ബധിരനോ പിശാചോ ഒരു ഭ്രാന്തനോ എന്ന് തോന്നുന്ന പോലെയുള്ള ഒരു അവധൂത വേഷം സ്വീകരിച്ച് അദ്ദേഹം അങ്ങനെ നടന്നു. ജനങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയത്. ആരെങ്കിലും അദ്ദേഹത്തോട് എന്തെങ്കിലും ചോദിച്ചാൽ പോലും അദ്ദേഹം ഒന്നും മറുപടി പറയാതെ ഇങ്ങനെ നിശബ്ദനായി തന്നെ നിലകൊണ്ടു. ശ്ലോകം 30. തത്ര തത്ര ഗ്രാമാകര ആകര ഖേടവാട ഗർവട ശിബിര വ്രജഘോഷ സാർത്ത ഗിരിവനാശ്രമ ആദിഷു അനുപദം അവനീചരം അപസതൈ പരിഭൂയമാനഃ മക്ഷികാഭി ഇവ വനഗജ താർജന താടന അവമോഹന ഷ്ടീവന ഗ്രാവ ശകൃത് രജ പ്രക്ഷേപ പൂതിവാദ ദുരുക്തൈഃ തത് അവിഗണയൻ ഏവ അസത്സംസ്ഥാന ഏതസ്മിൻ ദേഹോപലക്ഷണേ സത് അപദേശ ഉഭയ അനുഭവസ്വരൂപേണ സ്വമഹിമാ അവസ്ഥാനേന അസമാരോപിത അഹം മമ അഭിമാനത്വാത് അവിഖണ്ഡിതമനാ പൃഥിവീം ഏകചര പരിഭ്രാമഃ. തത്ര തത്ര അവിടെയും ഇവിടെയുമായി പുരഹ നഗരങ്ങൾ, ഗ്രാമങ്ങൾ, ആകര ഖനികൾ, ഖേടം കൃഷിസ്ഥലങ്ങൾ, വാട ഉദ്യാനങ്ങൾ, ഗർവടം താഴ്വരകൾ, ശിബിരം സൈനിക കൂടാരങ്ങൾ, വ്രജം പശുത്തൊഴുത്തുകൾ, ഘോഷം പശുപാലകരുടെ വാസസ്ഥലങ്ങൾ, സാർത്ഥം തീർത്ഥാടകരുടെ വിശ്രമസ്ഥാനങ്ങൾ, ഗിരി മലകൾ, വനങ്ങൾ, ആശ്രമം സന്യാസിമാരുടെ പർണശാലകൾ, ആദിഷു മുതലായവയിലൊക്കെ അനുപദം അദ്ദേഹം കടന്നുപോയി. അവനീചര അപസദൈഹി ഈ പോകുന്ന വഴിയിൽ കാണുന്ന ദുഷ്ടന്മാർ പരിഭൂയമാനഃ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി അദ്ദേഹത്തെ പല രീതിയിലും തർജനം ഭീഷണിപ്പെടുത്തി, താടനം മർദ്ദിച്ചു, അവമോഹനം ശരീരത്തിൽ മൂത്രമൊഴിച്ചു, ഷ്ടീവനം ശരീരത്തിൽ തുപ്പി, ഗ്രാവശകൃത് കല്ലും മലവും, രജ പൊടി എന്നിവ പ്രക്ഷേപ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് എറിഞ്ഞു, പൂതിവാദ ശരീരത്തിൻ്റെ മുകളിലേക്ക് കീഴ്ശ്വാസം വിട്ടു എന്ന്, ദുരുക്തൈ ചീത്ത വാക്കുകൾ എന്നിങ്ങനെ അവിഗണയൻ പല രീതിയിലും അപ്രകാരം അദ്ദേഹത്തെ അവഗണിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അതൊക്കെ മക്ഷികാഭിഹി ഇവ വനഗജ ഈച്ചകൾ ഒരു കാട്ടാനയെ ഉപദ്രവിച്ചാൽ ആനയ്ക്ക് അത് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതുപോലെയായിരുന്നു. ഈച്ച വന്ന് ഒരു ആനയെ ബുദ്ധിമുട്ടിച്ചാൽ ആന അത് അറിയുക പോലുമില്ല എന്നതുപോലെ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പലതരത്തിലും അദ്ദേഹത്തെ അവഗണിച്ചെങ്കിലും അദ്ദേഹം അത് അറിഞ്ഞതുപോലുമില്ല. ഒരു തരത്തിലും അദ്ദേഹത്തെ അത് ബാധിച്ചില്ല എന്നർത്ഥം. ദേഹ ഉപലക്ഷണേ സത് അപദേശേഹേ അതായത് ഭൗതികമായ ആ ശരീരത്തിൽ, യഥാർത്ഥമെന്ന് തോന്നിക്കുന്ന ഒരു ശരീരത്തിൽ, ഉഭയ അനുഭവ സ്വരൂപേണ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ശരിയായ സ്ഥിതിയെ മനസ്സിലാക്കിക്കൊണ്ട്, അസമാരോപിത അഹം മമ അഭിമാനത്താത് ഞാനെന്നും എൻ്റേതെന്നുമുള്ള മിഥ്യാഹങ്കാരങ്ങളൊന്നുമില്ലാതെ, അവിഖണ്ഡിത മനഃ മനസ്സിൽ യാതൊരു അസ്വസ്ഥതകളുമില്ലാതെ, ഒരു ചിന്തകളുമില്ലാതെ, പൃഥ്വിയും ഈ ലോകത്തിൽ ഏകനായി അദ്ദേഹം അങ്ങനെ അലഞ്ഞു നടന്നു എന്ന്. അപ്പോൾ പല രീതിയിലും അദ്ദേഹം ദിഗംബരനാണ്, പാറിപ്പറന്ന മുടിയാണ്, ഇങ്ങനെയൊക്കെയാണ് പല രീതിയിൽ അദ്ദേഹം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ദുഷ്ടന്മാർ പല രീതിയിലും അദ്ദേഹത്തെ ഉപദ്രവിച്ചു. പക്ഷെ അതൊന്നും അദ്ദേഹത്തെ ഒരു തരത്തിലും ബാധിച്ചതുമില്ല. അങ്ങനെ സ്വന്തം മഹിമയിൽ ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മാഹാത്മ്യത്തെ സ്വയം മനസ്സിലാക്കി സ്വന്തം മഹത്വത്തിൽ അങ്ങനെ രമിച്ച് ഭഗവാൻ ഋഷഭദേവൻ ഞാനെന്നും എൻ്റേതെന്നുള്ള മിഥ്യാഹങ്കാരം അതിൽ നിന്നൊക്കെ പിന്മാറി ശരീരത്തിൽ മനസ്സിൽ അത് യാതൊരുവിധ ചിന്തകളുമില്ലാതെ മനസ്സടങ്ങി ഈ ലോകം മുഴുവനും അങ്ങനെ ചുറ്റി സഞ്ചരിച്ചു.
ഇനി ശ്ലോകം 31 ഇങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് പ്രകൃതിദത്തമായി നല്ല സൗന്ദര്യം ഉണ്ടായിരുന്നു. അതാണ് ഇനി ഈ ശ്ലോകത്തിൽ 31 പറയുന്നത്. സുകുമാര കരചരണ ഉരസ്ഥല വിപുല ബാഹും അസംഗള വദന ആദി അവയവ വിന്യാസ പ്രകൃതി സുന്ദര സ്വഭാവഹാസ സുമുഖ നവനളിനധളായമാന ശിശിരതാര അരുണ ആയത നയന രുചിര സദൃശ സുഭഗ കപോല കർണ കണ്ഠനാസ വിഗൂഢസ്മിത വദന മഹോത്സവേന പുരവനിതാനാം മനസി കുസുമശരാസനം ഉപദധാന പരാകവലംബമാന കുടില ജഡില കപിശകേശ ഭൂരിഭാരഃ അവധൂത മലിന നിജ ശരീരേണ ഗ്രഹഗൃഹീത ഇവ അദൃശ്യതഃ. ഇനി അദ്ദേഹത്തിൻ്റെ ശരീര സൗന്ദര്യത്തെയാണ് പറയുന്നത്. സുകുമാരം എന്ന് വെച്ചാൽ വളരെ മൃദുലമായിട്ടുള്ള കരചരണങ്ങൾ, കരങ്ങൾ, കൈകളും കാലുകളും, ഉരസ്ഥലം വിരിഞ്ഞ മാറിടം, വിപുലമായ നീളമുള്ള ബാഹു കരങ്ങൾ, അംസം തോളുകൾ, മനോഹരമായ ഗളം കണ്ഠം, കഴുത്ത്, വദനം മുഖം ആദി മുതലായവ എന്നീ അവയവങ്ങളോടുകൂടി വിന്യസ സ്ഥിതി ചെയ്യുന്നവനായിരുന്നു അദ്ദേഹം. പ്രകൃതിദത്തമായി തന്നെ സുന്ദര സ്വഭാവം, സുന്ദരമായ സ്വാഭാവികമായ മന്ദഹാസം, ഹാസം എന്ന് വെച്ചാൽ മന്ദഹാസത്തോടെ, സുമുഖ അദ്ദേഹത്തിൻ്റെ സുന്ദരമായ വദനം, നവനളിനദളായമാന പുതിയ താമരപ്പൂവിൻ്റെ ഇതളുകൾ പോലെയുള്ള ശിശിരം, സർവ ദുഃഖങ്ങളും അകറ്റുന്ന താരം എന്ന് വെച്ചാൽ മിഴിപടലം, കൺപീലികൾ, അരുണ ആയത നയനം ചുവന്നു തുടിച്ച കണ്ണുകൾ, രുചിരം മനോഹരമായ സദൃശമായ സുഭകം സൗന്ദര്യമുള്ള കപോലം നെറ്റി, കർണം കാതുകൾ, കണ്ഠം കഴുത്ത്, നാസം മൂക്ക്, വിഗൂഢസ്മിതം ആഴമുള്ള പുഞ്ചിരി, അങ്ങനെ വദനം അദ്ദേഹത്തിൻ്റെ മുഖഭാവം ഒരു മഹാ ഉത്സവം കാണപ്പെടുന്നത് പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ. അത്രയ്ക്കും സൗന്ദര്യമുള്ള മുഖവും ശരീരവും പ്രകൃതിദത്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. കുളിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, വസ്ത്രം അണിഞ്ഞിട്ടില്ല, ഇതൊന്നുമില്ലെങ്കിലും അത്രയും പ്രകൃതിദത്തമായൊരു സൗന്ദര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇനി ഇതൊക്കെയാണെങ്കിലും ചുറ്റും അവലംബമാന പരന്നു കിടക്കുന്ന കുടിലം, ചുരുണ്ട ജഡിലം, ജടകെട്ടിയ കപിശം, തവിട്ടു നിറത്തിലുള്ള കേശം, തലമുടിയും, ഭൂരിഭാരഃ വളരെ സമൃദ്ധമായ മുടിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ. അങ്ങനെ ഒരു അവധൂതനെ പോലെ നിജ ശരീരേണ മലിനമാക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു പ്രേതത്തെ പോലെ തോന്നുന്ന പോലെ അദൃശ്യത അദ്ദേഹം കാണപ്പെട്ടു എന്നർത്ഥം. അപ്പോൾ കാണുന്നവർക്ക് അങ്ങനെ പെട്ടെന്ന് തോന്നുമെങ്കിലും നല്ല ശരീര സൗന്ദര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ശ്ലോകം 32 യർഹി വാവാസ ഭഗവാൻ ലോകമിമം യോഗസ്യ അദ്ധപ്രദീപം ഇവ ആചക്ഷാണ തത് പ്രതിക്രിയാ കർമ്മ ബീഭത്സിതം ഇതി വ്രതം ആചകാരം ആസ്ഥിത ശയാന ഏവ അശ്നാദി പിബതി ഘാതതി അവമേഹതി ഹതതി സ്മ ചേഷ്ടമാന ഉച്ചരിത ആദിഗ്ധ ഉദ്ദേശഃ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുമ്പോൾ ആളുകൾ പല രീതിയിലും അദ്ദേഹത്തിനെ ദ്രോഹിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് പരമഹംസധർമ്മം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവരുടെ ആ യോഗാനുഷ്ഠാനത്തെ, ആ ജീവിത രീതിയെ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആളുകൾ, സാധാരണ മനുഷ്യർ അതിനെതിരാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ഈ യാത്രകളൊക്കെ അവസാനിച്ച് ഒരേ സ്ഥലത്ത് തന്നെ സ്ഥിരമായി ഇരുന്നു എന്നാണ് പറയുന്നത്. യർഹി വാവ, എപ്പോഴാണോ സഹ ഭഗവാൻ, ആ ഋഷഭദേവൻ, ലോകമിമം ഈ ലോകത്തെ, യോഗസ്യ ആ യോഗാനുഷ്ഠാന രീതിയോട് അദ്ധപ്രദീപം വിപരീതമായിട്ടാണ് ഇവ ആചക്ഷാണ കാണുന്നത്, മനസ്സിലാക്കുന്നത്. അദ്ദേഹം ശരീരബോധം പൂർണ്ണമായും ഇല്ലാതായപ്പോഴാണ് ദിഗംബരനായി നടക്കുന്നത്. അതിനെ സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അവരതിനെ വിപരീതമായിട്ടാണ് കാണുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ തത് പ്രതിക്രിയാ കർമ്മ ബീഭത്സിതം ഇതി, അതിന് പ്രതിപ്രവർത്തനം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം അത് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ അതിനെ തിരിച്ചു പറയാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ എന്തു ചെയ്തു?
വ്രതം, ഒരു പെരുമ്പാമ്പിൻ്റെ ജീവിത രീതിയെ ആസ്ഥിത സ്വീകരിച്ചു. എന്നിട്ട് ഒരേ സ്ഥലത്ത് തന്നെ ശയാന കിടന്ന്, അശ്നാദി ഭക്ഷണം കഴിച്ച്, പിബതി വെള്ളം കുടിച്ച്, ഘാതതി ചവച്ച്, അവമേഹതി മൂത്രവിസർജനം ചെയ്ത്, ഹതതി മലവിസർജനം നടത്തി, സ്മാ അപ്രകാരം ചേഷ്ടമാന ഉച്ചരിതേ അതിൽ ആ മലമൂത്രത്തിലൊക്കെ കിടന്ന് ഉരുണ്ട്, ആദിഗ്ധ ഉദ്ദേശ അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ അശുദ്ധമാക്കപ്പെട്ടു. യാത്ര പോകുമ്പോൾ കാണുന്ന ആളുകൾ പല രീതിയിൽ അദ്ദേഹത്തെ ദ്രോഹിക്കാൻ തുടങ്ങിയപ്പോൾ മറ്റുള്ളവരുടെ ജനങ്ങളുടെ കർമ്മഫലം കൂടുമല്ലോ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് മനസ്സിലാക്കി അദ്ദേഹം ചുറ്റിത്തിരിഞ്ഞുള്ള യാത്രകൾ അവസാനിപ്പിച്ച് ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായി കിടന്ന് അവിടെ കിടന്നുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ച്, വെള്ളം കുടിച്ച്, മലമൂത്ര വിസർജനം ചെയ്ത്, പെരുമ്പാമ്പ് അങ്ങനെയാണല്ലോ, അതാണ് പെരുമ്പാമ്പിനെ പോലെ അവരുടെ ജീവിത രീതി സ്വീകരിച്ചു എന്ന് പറയുന്നത്. എവിടേക്കും ഇഴഞ്ഞു പോയില്ല, ഒരേ സ്ഥലത്ത് തന്നെ കിടക്കും. അതുപോലെ കിടന്ന് അതിൽ ആ മലമൂത്രത്തിൽ കിടന്ന് ഉരുണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശരീരമൊക്കെ പൂർണ്ണമായും മലിനമാക്കപ്പെട്ടുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ അങ്ങനെ കിടന്നു. ആ ജീവിത രീതിയെയും സ്വീകരിച്ചു എന്ന്. എന്നാലും അദ്ദേഹത്തിൻ്റെ മലത്തിന് വളരെ നല്ല സുഗന്ധമാണ് ഉണ്ടായിരുന്നത് എന്നാണ് ശ്ലോകം 33 പറയുന്നത്. തസ്യഹായഹ പുരീഷ സുരഭി സൗഗന്ധ്യ വായു തം ദേശം ദശയോജനം സമന്താത് സുരഭീം ചകാര. തസ്യഹാ പുരീഷ അദ്ദേഹത്തിൻ്റെ മലത്തിന് സൗഗന്ധ്യ സുരഭി സുഗന്ധമുള്ള സൗരഭ്യത്താൽ, വായു തം ദേശം ആ പ്രദേശത്തെ വായുവിലും, ദശയോജനം സമന്താത് ഒരു 10 യോജന എന്ന് വെച്ചാൽ 8 മൈലിന് തുല്യമുള്ള പ്രദേശത്തും, സുരഭീം ചകാര അത് സുഗന്ധത്തെ പരത്തി എന്ന്. അദ്ദേഹത്തിൻ്റെ മലത്തിന് നല്ല സുഗന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം മലമൂത്രത്തിൽ കിടന്നാണ് ഉരുണ്ടിരുന്നത്. ശരീരമൊക്കെ മലിനമാക്കപ്പെട്ടെങ്കിലും ആ മലത്തിന് സുഗന്ധമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം കിടക്കുന്ന ആ പ്രദേശത്തും അതിൻ്റെ ഒരു 10 യോജന അതായത് 8 മൈൽ ദൂരമുള്ള ആ പ്രദേശത്തും നല്ല സുഗന്ധപൂരിതമാക്കി തീർത്തു ആ മലവിസർജനങ്ങൾ. ശ്ലോകം 34 ഏവം ഗോമൃഗ കാകചര്യയാ വൃജൻ തിഷ്ടൻ ആസീന ശയാന കാകമൃഗ ഗോചരിത പിബതി ഘാതതി അവമേഹതി സ്മാ. ഇപ്രകാരം ഗോ പശുക്കളുടെ, മൃഗം മാനുകളുടെ, കാക്കകളുടെ പ്രവർത്തനങ്ങൾ ജീവിത രീതിയെ എടുത്ത്, വൃജൻ ചലിക്കുക, തിഷ്ടൻ നിൽക്കുക, ആസീന ഇരിക്കുക, ശയാന തറയിൽ കിടക്കുകയും ചെയ്തു. ഇങ്ങനെ മൃഗങ്ങളെ പോലെ നിൽക്കുക, നടക്കുക, ഇരിക്കുക, കിടക്കുകയും ചെയ്തു. കാക മൃഗഗോചരിത കാക്കകളെയും മാനുകളെയും പശുക്കളെയും പോലെ പെരുമാറി, പിബതി കുടിച്ചു, ഘാതതി ഭക്ഷിച്ചു, അവമേഹതി മൂത്രമൊഴിക്കുകയും ചെയ്തു എന്ന്. പക്ഷിമൃഗാദികളുടെ പോലെയുള്ള ഒരു ജീവിത രീതിയായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത് എന്ന് സാരം. ഇനി ശ്ലോകം 35 ഇതി നാനായോഗചര്യ ആചരണഃ ഭഗവാൻ കൈവല്യപതി ഋഷഭോ അവിരത പരമമഹാ ആനന്ദ അനുഭവ ആത്മനി സർവേഷാം ഭൂതാനാം ആത്മഭൂതേ ഭഗവതി വാസുദേവ ആത്മനോ അവ്യവധാന അനന്തരോധരഭാവേന സിദ്ധ സമസ്താർത്ഥ പരിപൂർണയോ യോഗൈശ്വര്യാണി വൈഹായസ മനോജവ അന്തർധാനപരകായ പ്രവേശ ദൂരഗ്രഹണാദീനി യദൃശ്ചയാ ഉപഗതാനി ന അഞ്ജസാ നൃപ ഹൃദയേന അഭ്യനന്ദത്. ഇങ്ങനെ ഇപ്രകാരം പല വിധത്തിലുള്ള യോഗചര്യകൾ അനുഷ്ഠിച്ച ഭഗവാൻ കൈവല്യത്തിൻ്റെ പതിയായ ഭഗവാൻ ഋഷഭദേവൻ അവിരത മഹാ ആനന്ദ അനുഭവം നിരന്തരമായ പരമാനന്ദത്തെ അനുഭവിച്ച്, ആത്മനീ സർവേഷാം ഭൂതാനാം ആത്മബോധേ എല്ലാ ചരാചരങ്ങളുടെയും ആത്മാവായി ഇരുന്നു കൊണ്ട്, ഭഗവതീ വാസുദേവ ആത്മനഃ അവ്യവധാന ഭഗവാൻ വാസുദേവനിൽ നിന്ന് വേർപെട്ട മറ്റൊരു ചിന്തയുമില്ലാതെ, അനന്ത രോധരഭാവേന ഉറക്കെ പരിമിതിയില്ലാതെ ഉറക്കെ ചിരിക്കുകയും കരയുകയും അങ്ങനെ വിറയ്ക്കുകയും ഒക്കെ ചെയ്തു. അത്തരത്തിലുള്ള ഭാവങ്ങളൊക്കെ ചെയ്ത്, സിദ്ധ സമസ്ത അർത്ഥ പരിപൂർണ യോഗൈശ്വര്യാണി എല്ലാ സിദ്ധികളും നേടി, എല്ലാ പരിപൂർണതയും നേടി, എല്ലാ യോഗ ഐശ്വര്യങ്ങളും നേടി, വൈഹായസം ആകാശത്തിൽ പറക്കാനുള്ള സിദ്ധി കൈവരിച്ചു, മനജവഹ മനസ്സിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞു, അന്തർധാനം തിരോഭവിക്കാൻ അപ്രത്യക്ഷമാവാനുള്ള കഴിവ് നേടി, പരകായ പ്രവേശം മറ്റുള്ളവരുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള കഴിവ് നേടി, ദൂരഗ്രഹണം വിദൂരതയിൽ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് നേടി, ആദീനി
എന്നിവയൊക്കെ നേടി യാദൃശികമായി തന്നെ ഇവയൊക്കെ നേടിയെങ്കിലും നഹ അല്ല അഞ്ജസ എന്ന് വെച്ചാൽ ഒരിക്കലും അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്ന്. ഹൃദയേന അഭ്യനന്ദ, തൻ്റെ മനസ്സുകൊണ്ട് അതിനെയൊന്നും അദ്ദേഹം സ്വീകരിച്ചില്ല. അല്ലയോ നൃപ എന്ന് വിളിക്കുന്നത് ഇവിടെ ശ്രീ ശുഖബ്രഹ്മർഷി അല്ലയോ പരീക്ഷിത്തേ എന്നാണ് വിളിക്കുന്നത്. ഞാനാണ് ഇതൊക്കെ, ഞാൻ ഈ കഴിവുകളൊക്കെ നേടിയല്ലോ എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പോലും തോന്നിയില്ല എന്ന്. അപ്പോൾ ഇങ്ങനെ പല വിധത്തിലുള്ള യോഗചര്യകൾ അനുഷ്ഠിച്ച ഭഗവാൻ ഋഷഭദേവൻ പരമാനന്ദത്തെ അനുഭവിച്ച് ഭഗവാൻ വാസുദേവനെ സർവചരാചരങ്ങളിലും ഇരിക്കുന്ന ഭഗവാനിൽ മനസ്സിനെ ലയിപ്പിച്ച് ആ ഭഗവാനല്ലാതെ മറ്റൊരു ചിന്തയുമില്ലാതെ പരിമിതിയില്ലാതെ ഉറക്കെ ചിരിച്ച് ഉറക്കെ കരഞ്ഞ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ട് എല്ലാ സിദ്ധികളും കൈവരിച്ചു, എല്ലാ ഐശ്വര്യങ്ങളും നേടി ആകാശത്തിലൂടെ സഞ്ചരിക്കാനും അപ്രത്യക്ഷമാവാനും പരകായ പ്രവേശം ചെയ്യാനും വിദൂരതയിൽ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാനും ഒക്കെയുള്ള കഴിവുകൾ യാദൃശികമായ തന്നെ അദ്ദേഹത്തിന് കൈവന്നുവെങ്കിലും ഇതൊന്നും തന്നെ ഞാൻ നേടി എന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരിക്കൽ പോലും തോന്നിയില്ല എന്ന്. ഇതൊന്നും തന്നെ മനസ്സുകൊണ്ട് അദ്ദേഹം സ്വീകരിച്ചതുമില്ല. അപ്പോഴും ഒരു മൃഗങ്ങളെ പോലെ ഒരേ സ്ഥലത്ത് കിടന്നുരുണ്ട് അങ്ങനെ മലമൂത്ര വിസർജനം ചെയ്ത് ശരീരം നിലനിർത്താനുള്ള ഭക്ഷണവും കഴിച്ച് അദ്ദേഹം അങ്ങനെ കിടന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ഇതോടെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്.